ഇനി റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭക്ഷ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി റേഷൻ വ്യാപാരികൾ. ഓണക്കാലമായിട്ട് ഉത്സവമെത്തയോ ബോണസോ ആയി ₹1 പോലും നൽകിയില്ല എന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ജോണി നെല്ലൂർ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ റേഷൻ വ്യാപാരികളെ പൂർണ്ണമായും വഞ്ചിച്ചു. റേഷൻ വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്ക് കൈത്താങ്ങാകാൻ സർക്കാർ ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. നമുക്ക് കേൾക്കാം ജോണി നെല്ലൂർ പറഞ്ഞു. ഒരു പൈസ പോലും ഉത്സവമെത്തിയായോ ബോണസായോ ഏതെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യങ്ങളായോ തരാൻ തയ്യാറാകാത്ത ഈ ഗവൺമെന്റ് കേരളത്തിലെ റേഷൻ വ്യാപാരി സമൂഹത്തെ വഞ്ചിച്ചിരിക്കുകയാണ്. ഓണത്തിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ആ ആഘോഷങ്ങൾ പങ്കെടുക്കുവാൻ റേഷൻ വ്യാപാരികളുടെയും സേൽസ്മാൻമാരുടെയും കുടുംബാംഗങ്ങൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുവാൻ പോലും സന്നദ്ധത കാണിക്കാത്ത ഈ ഗവൺമെന്റിന്റെ മനോഭാവത്തിൽ, ഗവൺമെന്റ് ഈ പ്രവൃത്തിയിൽ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു. ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ ആലോചിച്ചു വരികയാണ്. ഓക്കെ, അരുൺ സോളമൻ ഉണ്ട്. അരുൺ സോളമൻ, 2023 ഈ റേഷൻ വ്യാപാരികൾക്ക് അവസാനമായിട്ട് ഓണം ബത്ത കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഓണം ബത്ത കിട്ടിയിട്ടില്ല. എന്താണത് സംഭവിച്ചത്? ഓണബത്ത കൊടുക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് അരുൺ. ഓണക്കാലമാകുമ്പോൾ സംസ്ഥാനത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ₹200 ധനമന്ത്രി KN ബാലഗോപാൽ വർദ്ധിപ്പിച്ച് ഇത്തവണ ₹1200 കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം അരുൺ സൂചിപ്പിച്ചതുപോലെ 2023 ഒടുവിൽ അന്ന് ₹1000 ഓണം ബത്ത ലഭിച്ചത്. ഇത്തവണ ഇത് ₹5000 ഏറ്റവും ഒടുവിൽ ആലപ്പുഴ നടന്ന സമ്മേളനത്തിൽ GRNൽ ഇരിക്കുന്ന വേദിയിൽ ഇത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയും GRNൽ ഇത് പ്രഖ്യാപിച്ചുവെങ്കിലും അവർക്ക് ഓണം ബത്ത ലഭിച്ചിട്ടില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടിശ്ശിക കൂടി കണക്കിലെടുത്ത് ഇത്തവണ ₹5000 അനുവദിച്ച് നൽകണമെന്ന് മന്ത്രിയോടും അതുപോലെ തന്നെ ധനമന്ത്രി KN ബാലഗോപാലിനും നിവേദനം കൂടി നൽകിയിരുന്നു. പക്ഷേ ഇതിനോടകം ഇതുവരെയും ഇതിന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഓഗസ്റ്റ് മാസത്തെ കമ്മീഷൻ അത് ഓണത്തിന് മുൻപ് മുൻകൂറായിട്ട് നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അനുവദിച്ചത് 1000 മുതൽ 2000 അത് ഇവർ റേഷൻ വ്യാപാരികളും സെയിൽസ്മാൻമാരും ഇപ്പോൾ നിരാകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഓണക്കാലമാകുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളൊക്കെയും ഒരു ആഘോഷം പൊതുവിൽ എല്ലാ മലയാളികളും ആഘോഷിക്കുമ്പോൾ റേഷൻ വ്യാപാരികൾക്ക് അത്തരത്തിലൊരു ആഘോഷപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് 14,157 റേഷൻ കടകളാണുള്ളത്. ഓണക്കിറ്റ് അടക്കം ഇപ്പോൾ 87% സൗജന്യ ഓണക്കിറ്റ് ഇപ്പോൾ ഇതിനോടകം വിതരണം ചെയ്തു. ഇതെല്ലാം റേഷൻ കടകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റേഷൻ വ്യാപാരികൾ വലിയൊരു ദുരിതത്തിലൂടെ കടന്നു പോകുന്നത്. അവരുടെ ക്ഷേമനിധി അടക്കം ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി കുടിശ്ശികയിലാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ₹3 കോടി കുടിശ്ശികയിലുള്ളത്. ഇതിലൊന്നും തന്നെ അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ വരുന്ന ഈ ഓണക്കാലത്ത്, പ്രത്യേകിച്ചും നാളെ തിരുവോണമാണ്, തിരുവോണ നാളിൽ ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പങ്കുവച്ചിരിക്കുന്നത്. ഓക്കെ, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. പാവം റേഷൻ വ്യാപാരികൾക്കും ഇത്തിരി ഓണബത്തയൊക്കെ കൊടുത്തൂടെ? അവരുടെ ന്യായമായ ആവശ്യമല്ലേ? നമുക്ക് ഗ്രാമങ്ങളിലേക്കെല്ലാം, പ്രത്യേകിച്ച് ഈ സമയത്ത് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഒരു വീഴ്ചയും ഇല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ പോലും അവരൊപ്പം നിന്നവരാണ്. നമ്മുടെ റേഷൻ വ്യാപാരികൾക്ക് ഇത്തിരി ഓണബത്തയൊക്കെ കൊടുത്ത് അവരെ ഒപ്പം നിർത്തണം.